ചോദിക്കാം. ചേട്ടാ, ഈ സംഭവ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഈ ശബ്ദം കേട്ട് ഓടി വന്നതാണ്. അപ്പൊ എന്തായിരുന്നു നിങ്ങൾ ഇവിടെ കണ്ടത്? പുകയൊക്കെ ആയിരുന്നു. അല്ലാണ്ട് പിന്നെ നമ്മൾ ആ സമയത്ത് എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തണല്ലേ, അല്ലാണ്ട് നമ്മൾ അങ്ങനെ നോക്കിക്കാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ അതിനെ കുറിച്ച് അറിയില്ല. എത്ര പേരെയാ നിങ്ങൾ ഇവിടുന്ന് ആശുപത്രിയിൽ? അത് എണ്ണ അറിയില്ല, ഓരോരുത്തരല്ലേ കയറ്റി കൊണ്ടുപോകണത്. അപ്പൊ എത്ര പേരുണ്ടെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. 5 പേരുണ്ടാവും. ഈ പടക്കശാല കുറെ നാളുകളായിട്ട് ഇല്ല, അത് ഈ സീസണിൽ മാത്രം ചെയ്യണതാണ്. അതായത് ഇന്ന് ഉത്സവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ്. ഇത് ആരുടെ ഉടമസ്ഥതയിലാണെന്നല്ലോ? ഈ ഒരു ട്രാവലറിലാണ് കയറ്റി കൊണ്ടുപോകുന്നത്. അതെന്ന് തോന്നുന്നു, അറിയില്ല. ഞങ്ങളിത് സൗണ്ട് കേട്ടാണ് ഇവിടെ വന്നത്. കരാറുകാരുടെ വണ്ടിയായിരുന്നു. കരാർ ഏൽപ്പിച്ചവരുടെ വണ്ടിയിൽ സാധനം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് സംഭവം നടന്നെന്നാണ് അറിഞ്ഞു കേട്ടത്. ഈ ഉത്സവ സീസണിൽ മാത്രമേ ഇവിടെ പടക്കം, അല്ലാണ്ട് ഇവിടെ പടക്കശാല പ്രവർത്തിക്കില്ല. ഈ സമീപത്തൊന്നും ആർക്കൊന്നും കുഴപ്പമില്ലെന്നാണ് അറിയപ്പെടുന്നത്. രഞ്ജിത്ത്, അങ്ങനെയാണ്. ഈ സമീപത്ത് പ്രദേശത്തുള്ളവർക്ക് ആർക്കും ഒരു വലിയ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഈ സമീപത്തെ അമ്പലം, അതായത് പുതിയകാവ് ക്ഷേത്രത്തിലെ വെടിക്കെട്ടിന് ആവശ്യമായ സാധനങ്ങൾ ഇന്ന് ഇവിടെ വെച്ചാണ് നിറച്ചത്. അത് ഈ വാഹനത്തിൽ കയറ്റി, ഈ ട്രാവലറിൽ കയറ്റി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു ശബ്ദത്തോടു കൂടിയുള്ള ഒരു സ്ഫോടനം ഉണ്ടായത്. സമീപത്ത് ഒരു കാറും നശിച്ച രീതിയിൽ കിടക്കുന്നത് കാണാം. ഇതിന്റെ ഒരു ആഘാതത്തിൽ അത് നശിച്ചതാണെന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകും. സമീപത്തെ മരം ഉൾപ്പെടെ എല്ലാം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മരത്തിൽ നിന്നൊക്കെ കത്തി നിൽക്കുന്ന മരത്തിന്റെ ചില്ലകളെല്ലാം താഴേക്ക് വീണിട്ടുണ്ട്. അതുപോലെ സമീപത്തുള്ള വീടുകളെല്ലാം നശിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, വലിയൊരു നാശനഷ്ടമാണ് ഈ സമീപത്തുള്ള എല്ലാ വീടുകളിലും സംഭവിച്ചിരിക്കുന്നത്. മേൽക്കൂര അടക്കം പറന്നുപോയി, നശിച്ചുപോയി. ഒപ്പം തന്നെ ഈ ജനൽ ചില്ലകളെല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. കതക് ഉൾപ്പെടെ തെറിച്ചു പോകുന്ന ഒരു സാഹചര്യം. എന്തായാലും വീട്ടിൽ താമസിച്ചവർക്ക് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസകരമാണ്. എങ്കിൽ പോലും ഒരാൾ മരിച്ചു എന്നൊരു വിവരം കൂടിയൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 10ഓളം പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് രഞ്ജിത്ത് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പടക്കശാലയിൽ ഏകദേശം ഒരു 11 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വലിയൊരു സ്ഫോടനം, വലിയ ഒരു ശബ്ദത്തോടുള്ള ഒരു സ്ഫോടനം. പിന്നീട് തീയും പുകയും ഉയർന്നു. ഇത് കണ്ടാണ് നാട്ടുകാർ, ഈ ശബ്ദം കേട്ടാണ് നാട്ടുകാരെല്ലാം ഓടിക്കൂടിയത്. ഓടിയപ്പോൾ തന്നെയാണ് മനസ്സിലായി ഈ ഒരു പടക്കശാലയിലാണ് തീ പിടിച്ചതെന്ന്. ഉടൻ തന്നെ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വീട്ടുകാരെല്ലാം പേടിച്ച്, അതായത് ഇത്ര വലിയൊരു ശബ്ദം, വീട്ടിലെ ജനൽ ചില്ലകളെല്ലാം തകരുന്ന ശബ്ദത്തോടു കൂടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സാഹചര്യം. അപ്പോഴാണ് ഈ പടക്കശാലയിൽ, ഈ പടക്കം നിർമ്മിക്കുന്നിടത്താണ് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായതെന്ന് മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും ഈ പടക്കശാലയിലെ തന്നെ ജീവനക്കാരെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ളൊരു വിവരം കൂടിയൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് കൂടുതൽ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ എത്തി അന്വേഷണം നടത്തുന്നുണ്ട്. ഫയർഫോഴ്സും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. വലിയൊരു നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നാട്ടുകാരെല്ലാവരും ഇവിടെ ഓടിക്കൂടിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം കൃത്യസമയത്ത് തന്നെ ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയും അവരും തീയണയ്ക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും തീയൊക്കെ അണയ്ക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ കൂടി ടെലിഫോൺ ലൈനുണ്ട്. സാർ, താങ്കൾക്ക് ലഭിച്ച വിവരം എന്താണ്? ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് നഗരസഭാ വൈസ് ചെയർമാൻ പറയുന്നത്. മാഡം എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? മാഡം പറഞ്ഞാട്ടെ. ഞാൻ ഇവിടെ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. 10 പേരെയുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 6 പേര് സീരിയസ് ആണെന്നുള്ളത്, മരിച്ചതായിട്ടൊന്നും 2 പേര് സീരിയസ് ആയിട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എത്തിയതേ ഉള്ളൂ. ഞാനിപ്പം അന്വേഷിച്ച് ബാക്കി വിവരങ്ങൾ പറയാം. ശരി. തൃപ്പൂണിത്തുറയിലെ പടക്കപ്പുരയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. പടക്കം കൊണ്ടുവന്ന വാഹനം അത് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. പടക്കം ഇറക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വലിയ ദാരുണമായ സംഭവമാണ്. 2 പേർക്ക് ഗുരുതരമായി പരിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ ഒരു മരണം, വിഷ്ണു എന്ന ആളുടെ പേരാണ് നഗരസഭാ വൈസ് ചെയർമാൻ നമ്മളോട് പറഞ്ഞത്. ഏതായാലും അത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് വേണം വ്യക്തമാക്കാൻ. ഈ പടക്കം ഇറക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായതും അപകടമുണ്ടായതും മറ്റും. ഈ സമീപ പ്രദേശങ്ങളിലുള്ള നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. വീടുകളുടെയൊക്കെ ജനൽ ചില്ലകളും മറ്റും തകർന്നു, വലിയ തോതിൽ കാര്യമായി തന്നെ തകർന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. അതും വലിയ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. നമുക്ക് ആ വിഷ്വൽസ്, ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ മനസ്സിലാകും. അത്ര ഭീതിജനകമായ ദൃശ്യങ്ങളാണ് ഉള്ളത്. സമീപ പ്രദേശത്തെ വീടുകളുടെയൊക്കെ മേൽ
മേൽക്കൂരകൾ അടക്കം തകർന്നിട്ടുണ്ട്. അത്ര ഉഗ്ര സ്ഫോടനമാണ്. കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, മേൽക്കൂരകൾ പലയിടത്തും നടന്നിട്ടുണ്ട്, ജനലുകളും വാതിലുകളും മറ്റും തകർന്നു വീണിട്ടുണ്ട്. അങ്ങനെ അത്ര ഭീതിജനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12ഓളം പേർ ആശുപത്രികളിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിലൊരു മരണം നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥിരീകരിച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നവമി, തുടരാം. മറ്റു നാട്ടുകാർ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ വലിയ സാന്നിധ്യം ഇതിനകം തന്നെ അവിടെ ഉണ്ടല്ലോ, അല്ലേ?